പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്. 5 പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ പിക്കിളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ഈ 5 പച്ചക്കറികളാണ് അച്ചാറിനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ഓറഞ്ച് വലുപ്പത്തിലുള്ള കറിനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പാവയ്ക്ക, അതായത് കൈപ്പക്കയുടെ 1/3 ഭാഗവും, മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങയും, 5 നെല്ലിക്കയും, ചെറിയൊരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരേ വലുപ്പത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ എല്ലാ പച്ചക്കറിയിലേക്കും ഒരുപോലെ പിടിക്കാനായിട്ട് ഒരു 24 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ തീരെ സമയമില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടും ചെയ്യാം. എന്നാലും നല്ല റിസൾട്ടിനായിട്ട് എപ്പോഴും ഒരു ദിവസമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്നേ ചെയ്ത വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി പറയാം. ഇതുപോലെ അച്ചാറിനായിട്ട് സോക്ക് ചെയ്ത് വയ്ക്കുമ്പോഴും അച്ചാർ തയ്യാറാക്കുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ അലുമിനിയത്തിൻ്റെയും ഇരുമ്പിൻ്റെയും പാത്രങ്ങളൊന്നും തന്നെ എടുക്കരുത്. കാരണം നമ്മളതിൽ ചേർക്കുന്ന വിനാഗിരിയിൽ നിന്നുള്ള ആസിഡ് മെറ്റലായി പ്രവർത്തിച്ചിട്ട് അച്ചാർ കേടുവരാനും അതുപോലെ തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. നമ്മുടെ പച്ചക്കറികളൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ട് വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ വച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ ഇടാവുന്നതാണ്. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തലേ ദിവസം ഉപ്പും വിനാഗിരിയും ചേർത്ത് വച്ചിരിക്കുന്ന പച്ചക്കറികൾ ആ ഒരു വിനാഗിരിയുടെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം തന്നെ ഒന്ന് വാടി കിട്ടാനായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഇളക്കി വഴറ്റിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മസാലകളാണ്. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഈ പച്ചക്കറിയിലേക്ക് എല്ലായിടത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ അച്ചാർ ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ കുറച്ചൊരു ചാറിൽ കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കുന്നുണ്ട്. കൂടുതൽ ചാറ് വേണ്ടവർക്ക് 1 കപ്പ് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് ഉപ്പിനും പുളിക്കുമായിട്ട് കൂടുതൽ വിനാഗിരിയും ഉപ്പും ചേർക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് പകർത്തി വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പലതരത്തിലുള്ള പച്ചക്കറികളായതുകൊണ്ട് എല്ലാത്തിലേക്കും ഒരേപോലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് 3-4 ദിവസം പുറത്ത് വെച്ച് അച്ചാറൊന്ന് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഒരു തവണ അച്ചാർ എടുക്കുമ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കാനും ഒരുപാട് നേരം ബോട്ടിൽ തുറന്നു വയ്ക്കാതിരിക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലോട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.